അസൗകര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നായിരിക്കും. ഒന്നുമില്ല. പക്ഷേ ചൂട് അസഹ്യം. ചൂട് അസഹ്യം. കറക്റ്റ്. അകത്തല്ല, പുറത്ത് കുളിക്കാൻ. പക്ഷെ അതിനു മുമ്പ് എനിക്ക് കസ്റ്റംസ് ഓഫീസ് വരെ ഒന്ന് പോയാൽ കൊള്ളാമെന്ന്. എന്റെ കുറെ കൂടി സാധനങ്ങൾ അവിടെ കിടക്കുന്നു. കറക്റ്റ്. അത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നാട്ടിലേക്ക് പോയാൽ കൊള്ളാവുന്നുണ്ട്. ഇവിടെ ചൂട് അസഹ്യം. അകത്തല്ല, പുറത്ത്. അതുകൊണ്ട് കൊച്ചിൻ എക്സ്പ്രസിന് ഇന്ന് തന്നെ 2 സീറ്റ് റിസർവ് ചെയ്തേക്കുക. കൊച്ചിൻ എക്സ്പ്രസിന് 2 സീറ്റ് റിസർവ് ചെയ്തേക്കുക. കറക്റ്റ്. ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്, ഒരു തേർഡ് ക്ലാസ് ടിക്കറ്റ്. തേർഡ് ക്ലാസ് ടിക്കറ്റ് സർവന്റിന്, തേർഡ് ക്ലാസ് ടിക്കറ്റ് സർവന്റിന്. കറക്റ്റ്. 2 ടിക്കറ്റും ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തേക്കാം സർ. ബ്രേക്ക് വെള്ളം എടുത്തിട്ടോ? ജൂലിയ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടോ? വായിക്കാനുള്ള പേപ്പർ മാഗസിനും വാങ്ങിച്ചിട്ടുണ്ടല്ലോ? നിങ്ങൾ രണ്ടുപേരും ആ 7 കമ്പാർട്ട്മെന്റ് കയറിക്കും. ശരി. ഒരു ഷീറ്റിന് തരാമോ? എന്താ ചോദിച്ചത്? ഒരു ഷീറ്റ്. തീർച്ചയായും. മിസ്റ്റർ, ഒരു സ്ത്രീ ഇരിക്കുന്ന കാണാൻ പാടില്ലേ? സ്ത്രീയോ? ഓ, സ്ത്രീ. നിങ്ങൾക്ക് മര്യാദ എന്താണെന്ന് അറിയാമോ? അറിയാൻ വയ്യല്ല. നിങ്ങൾ ഞങ്ങളെ പുകച്ച് പുറത്തിയടിക്കാൻ പോവുകയാണോ? ചാടിച്ചോളൂ. പുകയ്ക്കുന്ന കാര്യം ഞാനേറ്റു. അയാളോട് സംസാരിക്കണ്ട. എവിടം വരെ ഉണ്ട്? എറണാകുളം വരെ. നിങ്ങളോ? ഞാൻ തൃശ്ശൂർ ഇറങ്ങും. തൃശ്ശൂരാണോ വീട്? അല്ല, അവിടെയാണ് ജോലി. എന്ത് ജോലി? കോളേജിലാണ്. പേര്? രാധിക. നല്ല പേര്. മിസ്റ്റർ, ഇത് വലിയ ഉപദ്രവമായല്ലോ. കളയണോ മിസ്റ്റർ? പേരെന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ഇബ്രാഹിം സേഠ്. സാരമില്ല ചേച്ചി, അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയട്ടെ. നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ. ബൈ ദ ബൈ, എന്താ ജോലി? എനിക്ക് കല്ലൻ മുളയുടെ ബിസിനസ്സാണ്.
സ്റ്റേഷൻ എടുക്കാറായി. നമുക്ക് വെളിയിൽ പോയി ഒരു കപ്പ് കാപ്പി കുടിക്കാം. സ്റ്റേഷൻ എടുക്കട്ടെ. എന്ത് വേണം പറയൂ. പറഞ്ഞോളൂ. ഞങ്ങൾക്ക് വിശക്കുന്നു, എന്തെങ്കിലുമൊക്കെ തരും. എനിക്ക് ചൂടുള്ളത് എന്തെങ്കിലും മതി. ചൂടുള്ളത് എന്തുണ്ട്? ഐ പ്രിഫർ ആംലെറ്റ്. ശരി, എന്നാൽ രണ്ടുപേർക്കും ആംലെറ്റ് ആയി. കുറച്ചു സമയം അങ്ങനെ പോയി കിട്ടുമല്ലോ. രാധികയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ചത്. പക്ഷെ കൂടുതൽ കഴിച്ചത് ഞാനാണ്. ആരെങ്കിലും കഴിച്ചാൽ മതിയല്ലോ. ഓഹോ, ഇനി ഞാൻ ഏറ്റു. അയ്യോ, ബെല്ലടിച്ചു. അത് മദ്രാസിൽ പോകുന്ന വണ്ടിക്കാണ്. നമ്മുടെ വണ്ടിക്ക് ഇനി ധാരാളം സമയമുണ്ട്. ഓഹോ, എനിക്ക് മതി. നിങ്ങൾ ആരാ? എന്തിനാ എന്നെ പിടിക്കുന്നത്? എന്തെങ്കിലും കാര്യം കാണുമായിരിക്കും. അനാവശ്യം കാണിക്കുന്നു. നിങ്ങൾക്ക് ലജ്ജയില്ലേ? എന്നെ വിടൂ. അങ്ങനെ അങ്ങ് പോയാലോ? വിടൂ, എന്നെ വിടൂ. ഇനി എത്ര ശ്രമിച്ചാലും രക്ഷപ്പെടാൻ കഴിയില്ല. മര്യാദയ്ക്ക് അടങ്ങി നിൽക്കുന്നതാണ് നല്ലത്. ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. നടക്കൂ. എന്താ, എന്ത് പറ്റി? എന്താണെന്ന് അറിയില്ല സാർ. പെട്ടെന്ന് തലചുറ്റി വീണു. വേഗം ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകും. വേണ്ട, അതിന്റെ ആവശ്യമില്ല. എനിക്കൊരു സഹായം മാത്രം ചെയ്തു തന്നാൽ മതി. എന്നെ ഞാൻ തന്നെ ശിക്ഷിച്ചുവെന്ന് എന്റെ രാജേട്ടനോട് പറയൂ. രാജേട്ടനോ? അതാര്? സുവർണ ഹോട്ടലിൽ താമസിക്കുന്ന CID ഇൻസ്പെക്ടർ രാജൻ. ഇൻസ്പെക്ടർ രാജനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഉണ്ട്. രാജനെ കണ്ടാൽ നിങ്ങൾ അറിയുമോ? എന്റെ രാജേട്ടനോട് പറയൂ. നിങ്ങൾ എനിക്ക് മനസ്സിലായില്ലല്ലോ. നീയോ? ഭയങ്കരി. രാജേട്ടനെ കണ്ടതിന് ശേഷം ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചു നോക്കി. ജീവനോട് കൂടി രാജേട്ടൻ എന്നെ തിരിച്ചറിയരുതെന്ന് കൂടി ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ദൈവം സമ്മതിച്ചില്ല. എന്നോട് ക്ഷമിക്കൂ രാജേട്ട. ഏതാണ് ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകും.
വണ്ടി കയറാനുണ്ടായിരുന്നു. രണ്ടുപേരുടെ എവിടെ പോകുന്നു? തീപ്പെട്ടി ഉണ്ടെന്ന്. എവിടേക്കാണാവോ? ഇനി എവിടെ? ഒരു മൂത്രശങ്ക. ഇനി നമ്മളൊന്നും ചെയ്യേണ്ട പോലീസുകാരായിട്ടോളൂ.